ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്കു കപ്പലിലെ ജീവനക്കാരനായ മലയാളിയായ വയനാട് സ്വദേശി PV ധനേഷിൻ്റെ കുടുംബമാണിത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. എങ്ങനെയാണ് വിവരം അറിയുന്നത്? നമ്മൾ വയനാട്ടിൽ നിന്ന് ബാലുശ്ശേരിക്ക് വരുമായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 1:30-1:45 സമയത്തോട് കൂടിയിട്ട് ഒരു കോള് വരികയുണ്ടായി. അത് ഷിപ്പിൻ്റെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മരുമോൻ്റെ അളിയൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഷിപ്പ് ഇവരിപ്പോൾ ധനേഷ് ഷിപ്പ് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വിവരം കിട്ടിയത് വെസ്റ്റിൽ. സ്വാഭാവികമായും മകൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. വിളിച്ചിരുന്നോ? ആരെയാണ് വിളിച്ചത്? എപ്പോഴാണ് വിളിച്ചത്? ഇന്ന് ഒരു 5:30 കൂടിയിട്ട് അവരുടെ അമ്മേനെ വിളിക്കുകയുണ്ടായി. ആദ്യം ഒരു കോൾ വന്നു, അത് കണക്റ്റായില്ല. അത് രണ്ടാമതൊരു കോൾ വന്നപ്പം ഞാൻ മോനാണ്, സേഫാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അത് ഒരു സംശയം തോന്നിയതുകൊണ്ട് മോളുടെ ഭർത്താവിൻ്റെ എടുത്തു കൊടുത്തു. അപ്പോഴും പറഞ്ഞു ഞാൻ സേഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റിലീഫായെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ സേഫാണെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഫോണ് ഇൻ്റർനെറ്റ് കോളാണ്. 5:32 വിളിച്ചത്. അപ്പോൾ ആരാന്ന് ചോദിച്ചു, ഹലോ എന്ന് ചോദിച്ചു. വിളിച്ചത് ഞാനാ മോന ധനേഷാന്ന് പറഞ്ഞു. അപ്പം ഞാൻ സേഫാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മോനാന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം. ഞാൻ മോൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അവൻ രശ്നീഷിനോടും പറഞ്ഞു ഞാൻ ധനേഷാണ്, സേഫാണ്. അപ്പോൾ റിലീസ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ സേഫാണ്. അത്രയും കട്ടായി. മറ്റൊന്നും പറഞ്ഞില്ല. എത്ര കാലമായി ഈ കമ്പനിയിലെ ജോലി? ഈ കമ്പനിയിൽ 3 വർഷമായിട്ട് ഈ കമ്പനിയിലാണ് പോകുന്നത്. ഷിപ്പ് മാറിയാണ് ഈ കമ്പനി 3 വർഷമായിട്ട് പോകുന്നുണ്ട്. അവധിക്ക് അടുത്ത ദിവസം വന്നിരുന്നോ? ഇല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഷിപ്പ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. 17 ഇന്ത്യക്കാരാണെന്ന് പറയുന്നു. മറ്റുള്ളവരൊക്കെ എവിടത്തുകാരാണെന്ന് അറിയും? നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരാൾ കോഴിക്കോട് സ്വദേശി തന്നെയാണ്. കോഴിക്കോട് ഫറോക്കോ രാമനാട്ടുകര ഭാഗത്ത് കണ്ടാണ്. ഒരാൾ പാലക്കാടാണെന്നാണ് എൻ്റെ അറിവ്. കപ്പൽ ഇന്ന് രാവിലെ നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. 3:30 കൂടി കമ്പനി വിളിച്ചു. അവർ സേഫാണ്, അവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ നിയന്ത്രണം നടക്കുന്നത് ഇറാന് കീഴിലാണ്, എന്ന് വെച്ചാൽ നാവികസേനയുടെ കീഴിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ഓഫീസർ. കപ്പൽ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും നല്ലൊരു മറുപടി, അതായത് ഈ വിഷയത്തിൽ നമുക്ക് അനുകൂലമായ ഒരു വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവർക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം.